എന്ന് വേണം പറയാൻ. ശരി അഭിലാഷ്, വരാം. മുനീറിലേക്ക് പോകുന്നു. അർജുന്റെ അയൽവാസിയാണ് മുനീർ. ഇപ്പോൾ 6-ാം ദിവസത്തെ അവസ്ഥ കാണുമ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? കാരണം സൈന്യം വരിക, സൈന്യത്തിലായിരുന്നു പ്രതീക്ഷ. പക്ഷേ വേണ്ട ഉപകരണങ്ങളുമായിട്ടല്ല സൈന്യം എത്തിയത് എന്നുള്ള സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. നാളെ ഇപ്പോൾ റഡാർ സംവിധാനം കൊണ്ടുവരുമെന്ന് പറയുന്നു. അതല്ലാതെയുള്ള അത്യാധുനിക സംവിധാനങ്ങളും നാളെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നടന്ന തെരച്ചിലിനെ എങ്ങനെയാണ്? ഇപ്പോൾ ഒരുമിച്ച് NDRFിൻ്റെയും SDRFിൻ്റെയും നേവിയുടെ സ്കൂബ സംഘത്തിൻ്റെയും ഒപ്പം സൈന്യമുണ്ടായിരുന്നു. പക്ഷേ തെരച്ചിൽ നടക്കാത്ത ഭാഗങ്ങളുണ്ട് എന്നുള്ള ദൃശ്യങ്ങളടക്കം വരുന്നു. ഇന്നിപ്പോൾ ഒരു പ്രത്യേകത, അപകടത്തിന് തൊട്ടു മുമ്പ് ആ പ്രദേശം കണ്ടവരുണ്ട്, അർജുൻ്റെ വാഹനം കണ്ടവരുണ്ട്. അങ്ങനെ ഒരുപാട് പേർ ഞങ്ങളോട് തന്നെ സംസാരിക്കുന്നുണ്ട്. എവിടെയാണ് അർജുൻ്റെ വാഹനം കിടന്നിരുന്നത്? അതിനടുത്തുണ്ടായിരുന്ന ടാങ്കർ എങ്ങനെയായിരുന്നു? ഈ ടാങ്കറാണ് പിന്നീട് പുഴയിൽ നിന്നും ടാങ്കറിൻ്റെ ഭാഗങ്ങളാണ് കിട്ടിയത്. അതിലെ ഡ്രൈവറാകട്ടെ 40 കിലോമീറ്റർ അപ്പുറത്ത് നിന്നും ഡ്രൈവറുടെ മൃതദേഹം കിട്ടുന്നു. അപ്പോൾ പുഴയിലായിരിക്കുമോ മണ്ണിലായിരിക്കുമോ എന്നുള്ള ആശങ്ക അവിടെ നിൽക്കുന്നു. പക്ഷേ അങ്ങനെയല്ല, മണ്ണിൽ തന്നെ പുതയാനാണ് സാധ്യത എന്നൊരു വസ്തു പറയുന്നു. ഈ മലയ്ക്ക് സമീപമുള്ള മണ്ണ് നീക്കുന്നതിലാണ് അപകടം. അങ്ങനെ വരുമ്പോൾ അവിടെ മലയിടിഞ്ഞ് വീഴും. ഇതൊക്കെയാണ് പറയുന്ന ഒരു വാദം. പക്ഷേ അങ്ങനെയല്ലാത്ത ഒരുപാട് ഭാഗം അവിടെ ബാക്കിയുണ്ട് തിരച്ചിൽ നടത്താൻ ഇനിയും എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. 98% പൂർത്തിയായി എന്ന് റവന്യൂ മന്ത്രി പറയുന്നിടത്താണ് ഇനിയും തെരച്ചിൽ ബാക്കി. മുനീർ, എന്താണ് തോന്നുന്നത്? ഈ തെരച്ചിൽ ഫലപ്രദമാകുമോ? തീർച്ചയായിട്ടും ഇവർ 98% പറഞ്ഞത് അവിടെ കൂടിയിരുന്ന രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞ് ഞങ്ങളിവിടെ നിന്ന് വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം തീർച്ചയായിട്ടും ആ 98% പോയിട്ട് 60% വരെ അവിടെ പണി നടന്നിട്ടില്ല. കാരണം അവിടെ ഇതായില്ല. പിന്നെ സൈന്യം വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മളെ കരസേന വന്നപ്പോൾ അത് നമുക്കൊരു പ്രതീക്ഷ അർപ്പിച്ച് അതും ഇല്ല. കാരണം പിന്നെ ഞാനൊരു ഡ്രൈവറാണ്. ഞാൻ ഈ ഡ്രൈവർമാരെയൊക്കെ തപ്പിപ്പിടിച്ച് നമ്മളെ ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് അതിൽ ആരൊക്കെ പോയി എന്നുള്ളത് ഞങ്ങളിതാക്കി ഓരോരുത്തരെ നമ്പർ തപ്പിപ്പിടിച്ച് എന്നെ വിളിച്ച് ഈ സവാദ് എന്ന് പറഞ്ഞ ആൾ നമ്മളെ സുള്ളിയലുണ്ട്. ഈ ആൾ സുള്ളിയലുള്ള കർണാടകക്കാരനാണ്. അവൻ എന്നെ വിളിച്ച് പറഞ്ഞു ഇതുവരെയായി അവനെ ആരും വിളിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ റിപ്പോർട്ടർ ചാനലിന് നമ്പർ കൊടുത്ത് അവർ വിളിച്ച് അവൻ അവിടെ വരാൻ തയ്യാറായി. ഈ റിപ്പോർട്ടർ ചാനലിൽ സംസാരിച്ചു. സംസാരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും ചാനലിൽ ഇത്രയും പ്രകമ്പനം കൊള്ളിച്ചിട്ട് അവർ യാതൊരു ഇതും നിങ്ങളെ ഇതിൽ എടുത്തിട്ടില്ല. കാരണം നിങ്ങൾ ആരെ വാക്കും അവർ കേൾക്കുന്നില്ല. കാരണം ഇത് ഞാൻ ആ റൂട്ടിൽ പോയ ഒരു വ്യക്തിയായതുകൊണ്ട് പറയാണ്, ഈ ഇവരൊക്കെ എന്നോട് സംസാരിച്ചതിൽ ആ 2 മരങ്ങളെ ഇടയിലുള്ള ലക്ഷ്മണൻ്റെ ഹോട്ടലിൻ്റെ നേരെ ആ മരത്തിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഈ വണ്ടി കിടക്കുന്നത്. അവിടുത്തെ മണ്ണ് മാറ്റിയിട്ടുണ്ടോ? ഇല്ല, അവിടുത്തെ മണ്ണിലേക്ക് തൊട്ടിട്ടില്ല. കാരണം അവിടുന്ന് എന്തായാലും ആ നേരെ എന്നുള്ളത് ഒരു 50 മീറ്റർ മുന്നോട്ട് ആ മണ്ണ് ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. ഇതാണ് 98% മണ്ണ് മാറ്റിയെന്ന് പറഞ്ഞ് ഇവർ നടത്തുന്ന ഇത്. അപ്പോൾ ഏറ്റവും നമ്മളെ ഇവരുടെ ഈ അർജുൻ്റെ വീട്ടുകാർ അവരെല്ലാം പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുകയായിരുന്നു. എൻ്റെ അവരുടെ അമ്മയും അച്ഛനും പറഞ്ഞ എൻ്റെ മകനെ ഇന്ന് കിട്ടും നാളെ കിട്ടും, ജീവനുണ്ട്, എല്ലാ ഇതും അവർ. കാരണം അവന് മനക്കരുത്ത് കൂടുതലുണ്ട്. അത് ശരി തന്നെയാണ്, അവന് മനക്കരുത്ത് നല്ലുണ്ട്. എനിക്ക് നല്ലോണം അറിയാം. എൻ്റെ കൂടെ അവൻ വന്നതാണ് വണ്ടിയിൽ ഫസ്റ്റിൽ ഇറങ്ങിയ ആളാണ്. അവന് എനിക്ക് അറിയാം, നല്ല മനക്കരുത്തുള്ള ഒരു ഇതാണ്. ഒറ്റയ്ക്ക് പോകുന്നതിന് ഒരു ശരിക്ക് പറയുകയാണ്, ഒരു വണ്ടിയിൽ പോവുകയാണെങ്കിൽ ഒരു മനക്കരുത്ത് തന്നെ വേണം അവന്. അവന് അവിടെ കിടന്നുറങ്ങുന്നത് സവാദ് 5:30 കണ്ട്. അത് കഴിഞ്ഞിട്ട് ബിനീഷ് പറഞ്ഞു, ഇന്ന് ബോംബക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയെ അവിടെ നിർത്തിച്ച് എന്നെ ഫോൺ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇവരുമായിട്ട് സംസാരിച്ച് നിങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ച് അവനും പറയുന്നത് 8:10 അവൻ അവിടെ നിന്ന് പോകുന്നത്. ഇതൊക്കെ ക്ലിയർ ആയിട്ടും ആ സ്പോട്ട് ഇത്രയും പറഞ്ഞിട്ടോ അവർക്കൊന്ന് ഇത് നോക്കാനുള്ള ഒരു എന്താണ് ഒരു മനസ്സുണ്ടായിട്ടില്ല. എന്താണ് എന്നാൽ ഇത്രയും ആൾക്കാർ അത് കണ്ടതാണ്. അവർക്ക് എന്തെങ്കിലും ഒന്ന് നോക്കി ഇവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള ഒരു ഇതുവരെ നോക്കിയിട്ടില്ല. ഈ കുടുംബം ഇന്നും ഓരോ മിനിറ്റുകളിൽ വെച്ചിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വരും, ഇപ്പം കിട്ടും. ചാനൽ TV ഓൺ ചെയ്ത് നിൽക്കുകയാണ്. എന്താണ് ഒരു പ്രതീക്ഷ എന്ന്? അവർക്ക് ഒരു ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങുമോ?
ഇല്ല. അച്ഛനും അമ്മക്കും എത്ര നിങ്ങൾ പിന്നെ എന്ത് തന്നെ സാധനം കൊടുത്താലും ഇറങ്ങൂല. അത്രയ്ക്ക് അവർക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ള അവരുടെ പെങ്ങന്മാർക്കും ഇതൊന്നും ഈ ആരും കാണുന്നില്ലേ? എന്താണ് ഈ പിന്നെ ഇവർ കാണിക്കുന്ന അനാസ്ഥ? ഈ കർണാടക ഈ പോട്ടെ, അവർ ഇത്രയും നാൾ അനാസ്ഥ കാണിച്ച് ഈ മെനയാന്ന് ഇത്രയും രാഷ്ട്രീയ ഇവിടുന്നും കേരള സർക്കാർ ഇടപെട്ടിട്ടാണ് ഇത് ഇത്രയും എങ്കിലും മുന്നോട്ട് പോയത്, കുറച്ചെങ്കിലും മണ്ണ് മാറ്റാനുള്ള. ഇന്ന് റവന്യൂ മന്ത്രി വന്ന് പറഞ്ഞ് 98% രഞ്ജിത്ത് അവിടെ ഇരിക്കുന്ന രഞ്ജിത്തും പിന്നെ ഇവരുടെ അനിയനും അവിടെ നിന്ന് പറയുന്ന 98% പോയിട്ട് 50% ഇല്ലാന്ന്. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? എന്താണ് ഇതിനൊക്കെ ഒരു അർത്ഥങ്ങൾ? കാരണം ഈ പ്രതീക്ഷ ഇങ്ങനെ വന്ന് നഷ്ടപ്പെടുകയാണ്. എന്താണ് നമ്മൾ ഈ ഇവിടുന്ന് നാടും നാട്ടുകാരും ഈ കേരളത്തിൽ എന്തെങ്കിലും ഒരു സംഭവിക്കുകയാണെങ്കിൽ എന്തൊക്കെ ഉരുൾപൊട്ടലും കവളപ്പാറ ഇവിടെയൊക്കെ നടന്നിട്ട് എത്ര രക്ഷാപ്രവർത്തകരുണ്ടായിരുന്നു? നാട്ടുകാരും ഫയർഫോഴ്സും ഇവരും എല്ലാവരും ഇടപെട്ടിട്ട് അത് എത്ര പെട്ടെന്നായിരുന്നു അത് നടന്നത്. രീതികളിലെ വ്യത്യാസം അവിടെ നിലനിൽക്കുകയാണ്. മുനീറിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.